ഹായ് വെൽക്കം ബാക്ക് ബിഹാർ ലോട്ട് പോലീസുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് തലേ ദിവസം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. കാലത്ത് പോയിട്ടുണ്ടായി. കാലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ പോകാനായിട്ടുള്ള പരിപാടിയിലാണ്. ഇപ്പൊ ഏകദേശം ഒരു 6 മണിക്ക് ഇത്ര നേരം ഞങ്ങൾ അവിടെ ആയിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നിന്നിട്ടേക്ക് പോന്നു. എല്ലാം വരത്തിക്കണം. അതെ അതെ. അപ്പൊ നമ്മളുടെ ഏകദേശം ഇവിടുത്തെ കുളിയും ഒരുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വീണ്ടും പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇനി അവിടുത്തെ പരിപാടീസ് ആയിരിക്കും ബാക്കിയുള്ള സ്റ്റേജിൽ അരങ്ങേറുന്നത്. വലിയ വലിയ ആർഭാടങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഹൽദി പിന്നെ കുറെ പരിപാടീസ് ഉണ്ടാവും. റൈറ്റ് ടു ബി എല്ലാം ഉണ്ടാവും. പക്ഷെ ആൾക്ക് അങ്ങനൊന്നും ഇല്ല. ആള് ഭയങ്കര സാധാരണക്കാരിയാണ്, സിമ്പിൾ ആണ്. ആൾക്ക് ഹൽദി കഴിക്കുന്ന ഇഷ്ടമില്ലാന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് നിർബന്ധിച്ചില്ല. അപ്പം അവിടെ ഉള്ള ഇന്ന് വൈകിട്ടത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും നമ്മളിത്. പോയാലും കമ്മല നോക്കിയാൽ ഇത് കയ്യൊക്കെ ഇവിടെ തിരുവനന്തപുരം മേടിച്ചതാ. അല്ല ഇവിടുന്ന് മേടിച്ചിട്ട് പോയതാ. ഞാൻ മേടിച്ചു. പക്ഷെ അച്ഛൻ പറഞ്ഞു ഇതന്നെ മന്ദിരി സൂതയാന്ന്. അപ്പൊ തന്നെ ഇട്ടു. അവിടെ കിടക്കട്ടെ. നല്ല കളറിന്റെ കമ്മലൊക്കെ മേടിച്ചതാണ്. എനിക്കിത് ഊരാൻ പേടിയാണ്. ചിലപ്പോ അങ്ങോട്ട് ഇടാൻ പറ്റിയൊന്നും വരില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാലോ വിലയൊക്കെ കാര്യങ്ങളും. ഇപ്പൊ അതങ്ങോട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ പഴുപ്പ കാതിന് പഴുപ്പ്. ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ അതങ്ങോട്ട് കൊണ്ടുവന്ന് വേറെ മേടിക്കാൻ പോണെന്നുണ്ടെങ്കിൽ വല്ലോടെ ഇന്നലെ നോക്കിയാൽ ഇന്നനായിട്ട് ഞങ്ങളുടെ മുടി കെട്ടിച്ച്. അയ്യോ കാലിടിച്ചതാണോ? അല്ല ചവിട്ടിയതാ. ഞങ്ങളുടെ മുടി കെട്ടിച്ച് എങ്ങനെയുണ്ട്? ചിമിക്കി ഇട്ടത് എല്ലാരും ഒന്ന് കാണിച്ചു കൊടുത്തേ. ചിമിക്കി കമ്മല് പോവാ. നമുക്ക് പോവാം. എന്റെ ഒരു ഫോട്ടോ എടുക്കോന്ന് ചോദിച്ചിട്ട് പൂ പറിച്ച് കാറിലെറിയുന്നോ? എന്റെ ദൈവമേ, പെണ്ണിന് എന്താ? പെണ്ണിന്റെ ഹെയർ സ്റ്റൈലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് പറയണേ. അല്ല പെണ്ണെ, കമ്മല് മാറിയപ്പോ തന്നെ വേറെ ലുക്ക് ആയിട്ടുണ്ട് ജാനിക്കുട്ടി. ഇല്ല ഗായ്സ്, കേറിയാ അല്ലേ വിച്ചു? കമ്മല് മാറിയപ്പോ തന്നെ ജാനിക്കുട്ടി വേറെ ലുക്ക് ആയില്ലേ? സുന്ദരിക്കുട്ടിയായി കേട്ടോ, നാടൻ പെൺകുട്ടിയായി അല്ലേ? കുഞ്ഞുവാവയായി. ഇത് രാവിലെ മുടിയൊക്കെ വെട്ടിയിട്ടോ, മുടിയുടെ ഫ്രണ്ടൊക്കെ. ഹലോ ഹലോ. ലിപ്സ്റ്റിക് ഒക്കെ പോവാ. ക്യൂട്ടസ് ഒക്കെ കളഞ്ഞ എത്ര പെട്ടെന്ന്. വെള്ളത്തിൽ കൊണ്ടുപോയിട്ടോ. ഫൗണ്ടേഷൻ ഒക്കെ ഇത്തിരി കൂടുതലാണോ ചേട്ടാ? ഇല്ലില്ല, നാളെ ഞാൻ അതേപോലെ തന്നെ ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഫൗണ്ടേഷൻ ഒക്കെ ഇങ്ങനെ ഇടുന്നത്. ഒരുപാട് ഓവറല്ല. പിരുകൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത്. ഞാൻ പിരുകൊന്നും അങ്ങനെ വരയ്ക്കത്തില്ല. എനിക്ക് ഞാനല്ലാണ്ട് തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ കഴിഞ്ഞ ദിവസം ചിപ്പി വരച്ചേക്കുന്ന ഞാൻ കണ്ടു കേട്ടോ, ഇടുക്കി ചെന്നപ്പോ. അപ്പൊ തൊട്ടൊരു പൂതി വരയ്ക്കണം എന്നുള്ളത്. അങ്ങനെ ഞാനും പിരുകൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതാണോ എന്നൊക്കെ പുരുകം നമുക്ക് പോവാട്ടോ. നാളെ അമ്മേനെ ഒരുക്കി കൊടുക്കണം, വിച്ചുവിനെ ഒരുക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ ഒരു കൈ ഞാൻ നോക്കാം. ഞാൻ ഒരുങ്ങാനായിട്ടല്ല, ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ സാരിയും ഒരു ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കാണ് കേട്ടോ. എനിക്കറിയില്ല എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും മാക്സിമം നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും. ഇതെന്ത് ഈ വണ്ടിയുടെ ഈ കോടി കാരണം ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോ ഫുൾ 30% വണ്ടിക്കകത്തുള്ള വീഡിയോ ഈ ഒരു സെറ്റപ്പ് ഉണ്ടാവും. അത് ചെറിയൊരു സെൻസറിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അത് പോയി അത് റെഡിയാക്കണം. ഈ പ്രാവശ്യത്തെ സർവീസിൽ വേണം അത് കൊടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഒരു കാര്യം. പിടിക്കും തിരുനാടക
ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം പലതും പലതായി പല ട്യൂണായി. ഒരു പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയണം. കൊച്ചിന് പെട്ടെന്ന് ഒരു ആഗ്രഹം വന്നു ഒരു പാട്ട് പാടണം. അപ്പൊ എന്നോട് ചോദിച്ചു അമ്മ പാട്ട് പാടട്ടെ, ക്യാമറ ഓൺ ആക്കുമെന്ന് ചോദിച്ചു. നമ്മള് പിന്നെ ക്യാമറ ഓൺ ആക്കി ഇവിടെ ഫുൾ ടൈം ഇരിക്കുവായോണ്ട് ഞാൻ പറഞ്ഞു പിന്നെ അറിയത്തില്ലാത്ത രീതിയിൽ നമ്മളും ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അമ്മ പഠിപ്പിച്ചതാണോ? അങ്ങടും കാണില്ല ഇങ്ങടും കാണില്ല. കണ്ടിട്ടില്ലേ പാട്ടൊക്കെ കേൾക്കണ്ട കേട്ടോ. അമ്മ ഡാൻസ് കളിച്ചിട്ട് ഓടണേ അല്ലേ? ദൈവത്തിനോർത്തൊരു മൈക്ക് സെറ്റ് ഇറക്കണേന്ന്. ഞങ്ങള് നേരെ അങ്ങോട്ടേക്ക് കയറാണ് കേട്ടാ. ഇരുന്നിരുന്നിരുന്ന് ഞാൻ മടുത്ത് കഴിച്ചു. എല്ലാവരും വന്നു കേട്ടോ, നമ്മുടെ ഫാമിലിയൊക്കെ ഏകദേശം വന്നു. പുഞ്ചയും പാറൊന്നും വന്നില്ല, ബാക്കി എല്ലാവരും വന്നു കേട്ടോ. ചാലക്കുടിയിൽ നിന്നുള്ളവരൊക്കെ വന്നു. എനിക്കറിയാവുന്ന ഫാമിലി മെമ്പേഴ്സ് കേട്ടോ. ഇനിയും ആൾക്കാർ വരാനായിട്ടുണ്ടെന്ന്. ഇപ്പോൾ പരിപാടി തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ആകെ ശോകമുഖമായതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എനിക്ക് വണ്ടിയിലോടൊക്കെ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. വിച്ചുൻ്റെ നിന്ന് കീയൊക്കെ മേടിച്ച് വണ്ടിയിലോടൊക്കെ ഒന്ന് പോയി അകത്തോട്ട് പോട്ടെ. ലാസ്റ്റ് സമയത്തും എൻ്റെ പൊണ്ടാട്ടി കിടന്ന് ഓട്ടാണ് കേട്ടോ, പാവത്തിൻ്റെ സാരി പിടിക്കാനായിട്ട്. തുറക്ക്. അങ്ങനെ തന്നെ. കള്ളൻ. ഇവിടെ തൊട്ട് നമുക്ക് പതുക്കെ അങ്ങ് വോയിസ് ഓവർ കൊടുത്ത് തുടങ്ങാം കേട്ടോ. കാര്യം പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കല്യാണ വീട്ടിൽ എപ്പോഴും ഉള്ള പോണക്ക് തന്നെ വറുത്ത് പൊരിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കുറേ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വിച്ചുവിൻ്റെ കൂടെ പോയി ഒരു വീഡിയോ എടുക്കാൻ നോക്കിയപ്പം പെട്ടെന്ന് തന്നെ പാട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ കണ്ണുനീരൊക്കെ തുടയ്ക്കുകയാണ്, വിഷമം വന്നു എന്ന് കാണിക്കുകയാണ്. കാര്യം കുറേ നേരം കഴിഞ്ഞ് വിച്ചുവിനോട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നതാണ് കേട്ടോ. തന്നെ കറക്റ്റ് പാട്ട് വന്നു. അങ്ങനെ വിച്ചുവും കസിൻസും എല്ലാവരും കൂടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാനിവിടെ കട്ട പോസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു കേട്ടോ, ഇടുക്കി ചെന്നപ്പോഴും ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ കസിൻസിനെ കണ്ടപ്പോൾ അവരുടെ കൂടെ പോയി. അന്ന് വിച്ചു ഇമാതിരി കട്ട പോസ്റ്റായി കാണുമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ എല്ലാവരും തന്നെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഫാമിലിയിൽ അടുത്തുള്ളവർ മാത്രമേ ഇപ്പം ചെന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോരുത്തരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വിച്ചു എന്തോ കാര്യമായി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം ആൾക്കാരൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അയൽവക്കക്കാരും ബാക്കിയുള്ള കസിൻസുകളും ഫ്രണ്ട്സുകളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നേ. അളിയൻ അങ്ങനെ സഭാക്കമ്പൊന്നുമില്ല കേട്ടോ. ആളെല്ലായിടത്തും നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ഞാൻ മരുമോനാണല്ലോ, ഞാൻ ഇച്ചിരി പോസിറ്റ് മാറി നിൽക്കാം, ആ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. ആൾ ചെന്നന്നാരെ പരിപാടിയിലോട്ടും കാര്യങ്ങളിലോട്ടും പണിയിലോട്ടും ഒക്കെ കടന്നു. അങ്ങനെ നമ്മുടെ കുട്ടിമണീസൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് ജാനിക്കുട്ടിക്ക്. കാരണം ജാനിക്കുട്ടി ഉച്ചയ്ക്ക് ഇച്ചിരി ചോറുണ്ടതാട്ടോ. പിന്നെ ആ ഭാഗത്തോട്ടു കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്ന ഇപ്പോൾ ഒന്നും ആൾ കാണുന്നില്ല കേട്ടോ. കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആളുടെ ഒരു എക്സ്പ്രഷനും എന്നെ ഒരു വിളിയുമുണ്ട് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പോയില്ല കേട്ടോ. കണ്ട എന്നെ കണ്ടു അപ്പത്തേക്ക് തന്നെ വിളിച്ചു കേട്ടോ. അത്രയും നേരം ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആൾ മര്യാദയ്ക്ക് വാരി കഴിച്ചുകൊണ്ടിരുന്നാണ്. പിന്നെ ഞാൻ ഒളിച്ചൊക്കെ നിന്ന് കേട്ടോ. ഒളിച്ചൊക്കെ നിന്നിട്ട് ആളുടെ മുഖം അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. പിന്നെ ഞാൻ പതുക്കെ പോയി കേട്ടോ. കാര്യം അവൾ വിഷമിക്കുന്നത് എനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം ഞാൻ അവിടെ പോയി വാരി കൊടുത്തേ. ചോറിനകത്ത് മാങ്ങാക്കറി ഒഴിക്കല്ലേ ചേട്ടാ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒഴിച്ചു കേട്ടോ. എനിക്കെന്തോ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കറിയാണ് ഇവിടുത്തെ മാങ്ങാക്കറി. തീരെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാനും തത്തമ്മ ചേച്ചിയും കൂടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. തത്തമ്മ ചേച്ചിയൊക്കെ പകല് കുറച്ച് നേരം വന്നപ്പോൾ ഞങ്ങളില്ലായിരുന്നു കേട്ടോ. അവർ 3 മണിക്കാണ്ടാണ് വന്നത്. പക്ഷേ ആ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്കൊന്ന് ഫ്രഷ് ആവുകയൊക്കെ വേണമായിരുന്നല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫുഡൊക്കെ കൊള്ളുമോ എന്നൊക്കെ വിച്ചു ചോദിക്കുകയാണ്. സൂപ്പറായിരുന്നു എന്നൊക്കെ പറയുകയാണെ. ചോറും ചിക്കനും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങക്കറി മാത്രം എനിക്കിഷ്ടമല്ല പൊതുവെ, അതുകൊണ്ട് എനിക്കത്ര രസിച്ചില്ല അതൊഴിച്ചത്.
പിള്ളേർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അവർ സാറ്റുകളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അമ്മേനെ കാണാണ്ട് വീട് ഫുള്ള് ഞാൻ തപ്പി. അത് കഴിഞ്ഞപ്പോൾ ചുമ്മാ അവിടെ നിന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം അമ്മയും ആൻറ്റിയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ വിച്ചു അമ്മയോട് രഹസ്യത്തിൽ പോയി ചോദിക്കാട്ടെ എന്തെങ്കിലുമൊക്കെ വേണോ കഴിക്കാനായിട്ടെന്ന്. അതാണല്ലേ മക്കള് സ്നേഹം. ബ്രെഡ് മേടിക്കണ്ടോ? വേണമെങ്കിൽ മേടിച്ചോ. ബ്രെഡ് വേണവർക്ക് ബ്രെഡ് കഴിക്കാം, ചപ്പാത്തി വേണം. അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പന്തി ആയപ്പോഴത്തേക്ക് വിച്ചു എന്ന് വെച്ചാൽ മാളുവിൻ്റെ ആങ്ങളമാരും പിന്നെ മാളും എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. കുരുവി ചേച്ചിയായിരുന്നു കേട്ടോ വിളമ്പിയൊക്കെ കൊടുത്തിരുന്ന ആള്. കൊച്ചു തൈര് വെച്ച് ഞാൻ കഴിക്കണോ എന്താ കഴിക്കണെന്ന് അറിയണ്ടേ. ചേട്ടനിലായിരുന്നു ഇപ്പോഴും ഞാൻ കസാര നേരാക്കാൻ അവർക്ക് വേണ്ട. ഫുഡ് വിളമ്പി കൊടുക്കാൻ എന്നെയും വിളിച്ചെങ്കിലും ഞാൻ നൈസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ തിക്കും തിരക്കുമാണ് ഗൈസ്. പിന്നെ എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ പതുക്കെ അങ്ങ് മാറിയേ. ഇപ്പോൾ വരുന്ന ചേട്ടനെ കണ്ടോണം കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ്. ആളെ വീഡിയോയിൽ എടുക്കല്ലേ എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ ആൾ ഫ്രണ്ടിൽ കയറുന്ന ഞാൻ എങ്ങനെ എടുക്കാണ്ടിരിക്കും. ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചുമ്മാ തമാശക്ക് പറഞ്ഞ ആണ് എടുക്കല്ലേന്ന്. അങ്ങനെ എടുത്തൊന്നും അവന് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സാണേ. അവരെന്നെ വിളിച്ചിട്ട് എൻ്റെ വീഡിയോസ് കാണിച്ചു തന്നിട്ട് പറയാം ചേച്ചി ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സാണെന്ന്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. ഇവിടെ ഏകദേശം വന്നിട്ടുള്ള ഭൂരിഭാഗം ചേട്ടന്മാരും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്രയും ആണുങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് വീഡിയോ ഒക്കെ നന്നാവാറുണ്ട് എന്നൊക്കെ പറയുന്നത് ചേട്ടന്മാരുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അപ്പൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? മാളാരവനൻ സാറിൻ്റെ മകനാണ് കേട്ടോ. അപ്പം ആളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതേണ്ടേ ഇയാളെ ആ അമ്മാമ്മയുടെ വക പാട്ടൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാളാരവിന്ദൻ സാറിൻ്റെ മോൻ കേട്ടോ. ആക്ടർ മാളാരവിന്ദൻ സാറ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പാളുടെ മോനാണ്. ജാനിക്കുട്ടി എന്തായാലും അമ്മ വിളമ്പാൻ കൂടുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ വിളമ്പി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ആളെന്തോ ഒരു വയ്യാഴികയായിരുന്നു ജാനിക്കുട്ടിക്ക്. അപ്പോൾ അവൾ കരയുന്ന കണ്ടപ്പോഴത്തേക്ക് കുരുവിച്ചേച്ചി വിളിച്ചുകൊണ്ട് പോയതാ. പിന്നെ ആൾ ആക്റ്റീവായേ. മുല്ലപ്പൂ ഒക്കെ മുളപ്പിച്ച് രാത്രി ഇങ്ങോട്ടേക്കാ നാളെ ചൂടാനായിട്ടുള്ളതാണ്. അത് പിടിക്കണ്ട പോ. മറ്റേത് കയ്യില് വെച്ചോ? കയ്യില് വെച്ചിട്ട് തരണേ. ഇത് വിരിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് വെളിയിൽ വെക്കാന്ന് വിചാരിച്ചു. വിരിഞ്ഞു തുടങ്ങും. ഇനിയിപ്പോ ഒരു ഇല ജസ്റ്റ് കീറിക്കൊണ്ട് വന്നാ മതി. വെള്ളം തെളിച്ചിട്ട് അവിടെ വെച്ചാൽ മതി. ഇത് 7 മുഴം. ഞാൻ മേടിച്ചത് 7 മുഴം. മേളത്തത് എത്ര മുഴമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. 4 മുഴം ഉണ്ടോ? മേളത്തത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ കേട്ടോ. തത്തമ്മ ചേച്ചിക്ക് വേണ്ടി എടുത്തു. അപ്പൊ പുള്ളിക്കാരത്തി മേടിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഞാനത് ഇങ്ങോട്ടേക്ക് എടുത്തു. ഇല പറിക്കാൻ വേണ്ടി പോയതാ. ചെറിയുണ്ടാവും. ഇത് വെക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് വിരിഞ്ഞ അടിപൊളി കുറെ ഉണ്ടാവും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വിരിഞ്ഞില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പണി കിട്ടും. സംഭവമായില്ലേ? നാളത്തേക്കുള്ള പരിപാടികൾക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ഇനി ഒന്നുമില്ല. ഇനി കിടന്ന് ഉറങ്ങാം കേട്ടോ. എല്ലാം അവിടെ ഫുഡൊക്കെ കഴിച്ച് തീരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഫാമിലി. എന്റെ കൂടെ വരണം. ഞാൻ ഒറ്റയ്ക്ക് നിക്കണ്ടില്ലേ? ഞാൻ അവിടെ കൊണ്ട് വിടും. പിന്നെ ഞാൻ അവിടെ വന്ന് കുളിച്ച് ഫ്രഷായി ഞാനും മുണ്ടൊക്കെ എടുത്ത് സെറ്റായി. അത് ചതിയല്ലേ? പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ സമയം പോവില്ലേ? നിന്റെ എന്തായാലും എനിക്ക് തീർക്കുമ്പോഴേക്ക് സമയം കുറെ പിടിക്കും. ഓ ശരി ആയിക്കോട്ടെ. അപ്പൊ എനിക്കൊന്നും ഒരുണ്ടേ. അപ്പൊ ഗൈസ് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പൊ നമ്മളുടെ ഒരു തലേ ദിവസ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇത്രയല്ല കൂടുതലുണ്ടായിരുന്നു. ഇനിയിപ്പോ അമ്മൂന് വോയിസ് ഒക്കെ കൊടുക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയില്. ഇനിയിപ്പോ ചെന്നിട്ട് ഒന്നും ഉണ്ടാവില്ല. ചിലവർ ഇനിയിപ്പോ അത് വെച്ച് കമ്പയർ ചെയ്യരുത്. കാര്യം അവർക്കത് ഇഷ്ടമല്ല. പിള്ളേർക്ക് അത് ഇഷ്ടമല്ല. അവരതിന് നിക്കില്ല. പിന്നെ നമ്മളായിട്ട് വെറുതെ
ഇതാവണ്ടല്ലോ. കാര്യം ഓരോരുത്തരുടെ ഇഷ്ടമല്ല, അവരുടെ സ്വപ്നമായിരിക്കും അവരുടെ കല്യാണം എന്ന് പറയുന്നത്. അതിന്റെ പിന്നാലെയാണ് എല്ലാവരും. അതെ, അവരുടെ പാഷൻ അങ്ങനെയാണ്, നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നു. അത്ര. അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം പോയി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടുതൽ ബെല്ലൈക്കൻ കൂടി ഇടിച്ചു പിടിച്ചേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും